my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ബ്രെഡ് കൊണ്ടിട്ടുള്ളൊരു സ്വീറ്റാണ്, കാരമൽ ബ്രെഡ് പുഡിംഗ്. ഈ റെസിപ്പി ഞാൻ ചെയ്യുന്ന മുമ്പ് ഞാൻ കുറേ റെസിപ്പീസ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ് പലരും ചെയ്തേക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഒരു സൂപ്പറായിട്ടുള്ള ബ്രെഡ് കാരമൽ പുഡിംഗ് റെഡിയാക്കാമെന്ന്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യൂ. നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് കാരമൽ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഞാൻ കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ആയി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ബട്ടർ നമുക്ക് എടുക്കാം. അതും നമുക്ക് ഈ കാരമലൈസ് ഷുഗറിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതിൻ്റെ അകത്ത് മെൽറ്റായി വരും. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പുകച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേഗം തന്നെ നമുക്കിപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബട്ടർ ഇടുമ്പോൾ തന്നെ നല്ലൊരു ടോഫിയുടെ സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകം ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ പാകം. അതായത് അധികം ലൂസും അല്ല, എന്നാൽ കുറച്ച് തിക്നെസ്സും ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചും കൂടി റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1/4 കപ്പ് പാലും 1/4 കപ്പ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ പാല് ചേർത്തതിന് ശേഷം നിർത്താതെ യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് തണിയുന്നത് വരെ നമ്മളിത് നിർത്താതെ യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങളിത് യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ഈ കാരമൽ കട്ട കൂടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നിർത്താതെ യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് ഈ കാരമൽ ഈ പാലിൻ്റെ കൂടെ ചേർന്ന് ഇതൊന്ന് തണിഞ്ഞ് വരണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ റെഡിയാക്കി കാണിക്കാം. ഇപ്പോൾ ഈ കൂട്ട് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പാകം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ കാരമൽ സോസ്. ഈ സോസ് നമ്മൾ അധികം ഉണ്ടാക്കി വെച്ചാലും സാരമില്ല, കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച വരെ സൂക്ഷിക്കാം. ഇത് നമുക്ക് സ്വീറ്റ്സ്, ഡെസേർട്ട്സ്, മിൽക്ക് ഷേക്സിൽ ഇതിലൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പ്രലൈൻ ഉണ്ടാക്കണം. പ്രലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര നമുക്ക് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടാവില്ലേ, ക്രഞ്ചി ആയിട്ട് നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ പ്രലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കാരമൽ സോസ് ചെയ്ത അതേ സ്റ്റെപ്പാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആകെയുള്ളൊരു വ്യത്യാസം ഇതിൻ്റെ അളവും, പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം താമസിയാതെ തന്നെ ഈ കാരമലിൻ്റെ കൂടെ ഈ ബട്ടർ യോജിച്ച് കിട്ടും. ഈ ബട്ടർ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ടോഫിയുടെ സ്മെല്ലാട്ടോ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ബട്ടറും അതുപോലെ കാരമലും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം, കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ കാഷ്നട്ടിനാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു 8 മുതൽ 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നുറുക്കി നമ്മൾ പീസാക്കി എടുക്കില്ലേ, അതുപോലെ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പ്രലൈൻ ഉണ്ടല്ലോ, അത് ഒരു ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കണം. മാറ്റി വെക്കുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് കുറച്ച് ഉറഞ്ഞ് നല്ല ഹാർഡായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി ഹാർഡായതിന് ശേഷം ഞാനിതൊന്ന് പ്ലേറ്റിൽ നിന്നിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. ഇനി നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിലിടുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട. ഇടയ്ക്ക് കുറച്ച് കാഷ്നട്ടിൻ്റെ തരികളൊക്കെ ഇരുന്നാലും സാരില്ല, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രലൈൻ. ഇതിപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 4 സ്ലൈസ് ബ്രെഡ് വേണം. ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ സാധാ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 5 സ്ലൈസ് എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാൻ പോവാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ സൈഡ് ഉൾപ്പെടെ ചെയ്യാം. ചിലപ്പോൾ ചിലവർക്ക് സൈഡൊന്നും ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സൈഡെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ഈ പുഡിംഗ് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇനി നോക്കിക്കോളൂ, ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 3 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തുകൊണ്ടാണ് എനിക്കിത് 3 പീസായിട്ട് കിട്ടിയത്. നിങ്ങൾ എടുക്കുമ്പോൾ സാധാരണ ചെറിയ ബ്രെഡാണെങ്കിൽ നിങ്ങൾക്കിത് 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് സ്ലൈസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ബാക്കിയുള്ള സ്ലൈസസും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് നമുക്ക് അളവൊന്നുമില്ല. നമുക്ക് എത്രയാണോ ക്രീം ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ ക്രീം ഇവിടെ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കാരമൽ സോസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് മധുരം പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കാരമൽ സോസും കൂടി നമ്മൾ ഈ ക്രീമിൻ്റെ അകത്തേക്ക് ചേർക്കുമ്പോൾ ഇത് നല്ലൊരു കാരമൽ ക്രീമായി കഴിഞ്ഞു. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാരമൽ ക്രീം തയ്യാറാക്കിയില്ലേ, ഇത് നിങ്ങൾക്ക് കേക്കിലൊക്കെ ചെയ്യാൻ വേണ്ടി ഉപകരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ ക്രീമും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കാരമൽ മിൽക്ക്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ മിൽക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ ക്രീം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്നും കാണാത്ത രീതിയിൽ എല്ലാം പൊതിഞ്ഞ് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ക്രീമെല്ലാം ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാരമൽ സോസ് ഒരു ചെറിയ ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല ചെയ്യാൻ. നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ഫ്രിഡ്ജിൽ മാറ്റി സെറ്റ് ചെയ്തെടുക്കാം.
എന്തായാലും എൻ്റെ കയ്യിൽ ബാക്കി സോസ് ഉള്ളത് കൊണ്ട് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പ്രലൈൻ ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഇതുപോലെ വിതറിക്കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 5 മണിക്കൂർ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പുഡിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മുറിച്ച് കാണിക്കാം. നമ്മളിത് 5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇത് കേക്ക് പോലെ നമുക്കിത് മുറിച്ചെടുക്കാൻ കഴിയും. സോ ഫ്രണ്ട്സ്, നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ബ്രെഡ് കാരമൽ പുഡിംഗ് എന്നും പറയാം. ഇത് ഞാൻ കുറച്ച് ബാക്കിയുള്ള പ്രലൈൻ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന റെസിപ്പീസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.